തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പത്തനംതിട്ട സിപിഎമ്മിൽ പോരു തുടരുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി.വി. സ്റ്റാലിനെതിരെ വീണ്ടും വിമർശനവുമായി മുൻ എംഎൽഎ കെ.സി. രാജഗോപാൽ രംഗത്തെത്തി. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മൂട് താങ്ങിയുടെ പാർട്ടിയാണ്. അത് പാർട്ടി നേതൃത്വം തിരുത്തണം. പാർട്ടി നേതൃത്വം തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ഞങ്ങളുടെ പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹായിക്കുന്നവർ നല്ല പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആൾ നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെയുള്ള നല്ല വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ 1-2 മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചുവരികയും ചെയ്യും. അതേസമയം കെ.സി. രാജഗോപാലിനെ വിമർശിച്ച് കമ്മിറ്റി മുൻ അംഗം കെ. പ്രകാശ് ബാബു രംഗത്തെത്തി. സംഘടനയ്ക്ക് അകത്ത് കാലുവാരൽ പുതിയ കാര്യമല്ലെന്നും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പാർട്ടി തരുന്നത് അമൃത് പോലെ സ്വീകരിക്കണമെന്നും പ്രകാശ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സിപിഐഎം വിട്ടാലും കെ.സി. രാജഗോപാലിനെ സ്വീകരിക്കില്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസ് വോട്ടുകൾ രാജഗോപാലിന് പോയിട്ടില്ലെന്നും എഴുവേലി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സജി വട്ടമോടിയിൽ പറഞ്ഞു. ജനങ്ങൾ ഈ കഴിഞ്ഞ 20 വർഷത്തെ ഈ സിപിഎമ്മിന്റെ ഭരണത്തെ മടുത്തുകൊണ്ടാണ് എഴുവേലിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്ര വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുവാൻ കഴിയും. കെ.സി. രാജഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തി മറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരോടും സഹിഷ്ണുത കാണിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടായ തമ്മിത്തല്ലോ അത് ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൊരുതി നേടിയ വിജയമാണ്. അദ്ദേഹത്തിന് ജയിക്കുവാനെ കൊണ്ട് അവസാനം മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെ, അത് കോൺഗ്രസിനെ എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന്റെ ഒരു വോട്ട് പോലും ചോർന്നു പോകുന്നില്ല. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രമാത്രം വോട്ട് ആർജിക്കാൻ പറ്റുമോ അത്രയും വോട്ട് ആർജിച്ചു. പക്ഷെങ്കിൽ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് അവസാനം അവിടുത്തെ വോട്ടിംഗ് നില കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കോൺഗ്രസുകാരനും കെ.സി. രാജഗോപാലൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ആ വാർഡിൽ നല്ല സിപിഎമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഒരു സഹായവും ചെയ്യുന്ന ഒരു കോൺഗ്രസുകാരനും എഴുവേലിയിലില്ല. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഈ പ്രചാരണത്തിലൊക്കെ കൃത്യമായിട്ട് നടന്നില്ല, ഒപ്പം അത് ജയം വന്നത് കോൺഗ്രസിന്റെ വോട്ടോട് കൂടിയാണ് എന്നുള്ളതായിരുന്നു കെ.സി. രാജഗോപാൽ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അത് തിരുത്തി പറയുന്നുണ്ട്, അങ്ങനെയല്ല സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം പാർട്ടി വിട്ടു വന്നാലും കോൺഗ്രസിലേക്ക് സ്വീകരിക്കില്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നേതൃത്വം ഇടപെടുമോ? ശ്രുതി, പത്തനംതിട്ട ജില്ലയിലെ സിപിഎമ്മിന്റെ ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് കെ.സി. രാജഗോപാൽ. മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ കെ.സി. രാജഗോപാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒരു വിമർശനവുമായി രംഗത്ത് വന്നത്. അതിനെ തുടർന്ന് സിപിഎമ്മിന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ കെ.സി. രാജഗോപാലിനെതിരെ രംഗത്ത് വന്നു. പ്രധാനമായും പറഞ്ഞത് പാർട്ടിയിൽ ഒരു റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ ആ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി എന്തു തരുന്നു അത് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു പ്രകാശ് ബാബു വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പ്രകാശ് ബാബു കെ.സി. രാജഗോപാലിനെ വിമർശിച്ചുകൊണ്ടുള്ള വാചകങ്ങളും ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന് മറുപടി ഇന്ന് കെ.സി. രാജഗോപാൽ നൽകുകയും ചെയ്തു. കെ.സി. രാജഗോപാൽ പറഞ്ഞത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ മുൻപ് പ്രകാശ് ബാബു മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ താൻ നിർദ്ദേശിച്ചത് കടമ്പനിട്ടയായിരുന്നു. കടമ്പനിട്ട് അവിടെ വിജയിക്കുകയും ചെയ്തു. പ്രകാശ് ബാബു ആറന്മുളയിൽ മത്സരിക്കുകയാണെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടുമായിരുന്നില്ല. അതിൻ്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചതെന്നാണ് കെ.സി. രാജഗോപാൽ പറഞ്ഞത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവമായി പാർട്ടി നേതൃത്വം കാണുന്നുണ്ട്. അല്പസമയം മുമ്പ് സിപിഐഎം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കെ.സി. രാജഗോപാലിന്റെ ഈ ഒരു പ്രസ്താവന അത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി കാണും. അടുത്ത പാർട്ടി യോഗത്തിൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കെ.സി. രാജഗോപാലിനെ പോലെ മുതിർന്ന ഒരു നേതാവിന് എന്തുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞു എന്നതിനെപ്പറ്റി വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നും രാജു അബ്രഹാം വ്യക്തമാക്കുന്നു. ഒപ്പം ഇടതുപക്ഷം അവിടെ എങ്ങനെ പരാജയപ്പെട്ടു എന്നതുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം അവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്നാണ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടുന്നത്. അവിടെ ഇപ്രാവശ്യം UDF ജയിച്ചു കയറി. എങ്ങനെ അവിടെ UDF ജയിച്ചു, CPIM എന്തുകൊണ്ട് പരാജയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടി വിശദമായി തന്നെ പരിശോധിക്കും എന്ന ഒരു കാര്യം കൂടി രാജു അബ്രഹാം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഏതായാലും കെ.സി. രാജഗോപാൽ തന്റെ വാദഗതികളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തന്നെ പാർട്ടി തന്നെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ CPM-നെ തോൽപ്പിച്ചു എന്ന വളരെ ഗൗരവമുള്ള ഒരു വിമർശനമാണ് കെ.സി. രാജഗോപാലിനെ പോലെ മുതിർന്ന ഒരു പാർട്ടി നേതാവ് നൽകിയത്. ഒപ്പം തന്നെ BS-നെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പ്രസ്താവന നടത്തി. BS-നെ മറന്നുകൊണ്ടുള്ള ഒരു കളിക്കും താനില്ല. BS ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പാർട്ടിയിൽ പ്രവർത്തനത്തെ ആരും മാനിക്കുന്നില്ല. ബ്രാഞ്ച് സെക്രട്ടറിയെ അനുകൂലിക്കുന്നവർ അവർ നല്ലവർ മാത്രമാകുന്നു. കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അംഗീകാരവും ലഭിക്കുന്നില്ല.
തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിന് കാരണം കോഴഞ്ചേരി CPM-ന്റെ ഏരിയ സെക്രട്ടറി KV സ്റ്റാലിൻ ആണെന്ന് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ശ്രുതി. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.